ഫോണിൽ വന്ന OTP പറഞ്ഞു കൊടുത്താൽ ബാങ്ക് അക്കൗണ്ടിലെ പണം തട്ടിയെടുക്കുന്ന കഥകൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ടാലോ? ഇത്തരത്തിലുള്ള പരാതികൾ കൂടി വരുന്നതായി സൈബർ സുരക്ഷാ വിദഗ്ധൻ കളമശ്ശേരി സ്വദേശി ജിയാസ് ജമാൽ പറയുന്നു. മലപ്പുറത്ത് ഒരു വനിതാ വ്ളോഗർക്കുണ്ടായ അനുഭവം പറയാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോൾ പല തവണയായി 10,000 അക്കൗണ്ടിൽ നിന്ന് പോയതായി ഇവർ കണ്ടെത്തി. SMS പരിശോധിച്ചപ്പോൾ പണം പിൻവലിച്ചതായി സന്ദേശങ്ങൾ ലഭിച്ചതായും കണ്ടെത്തി. പക്ഷേ പണം എങ്ങനെയാണ് പിൻവലിച്ചതെന്ന് മാത്രം കണ്ടെത്താനായില്ല. സൈബർ പോലീസ് അടക്കം ഇതിനായുള്ള അന്വേഷണത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ ഈ തട്ടിപ്പിൽ ജാഗ്രത പുലർത്തേണ്ടത്? ബാങ്കിന്റെ SMS ശ്രദ്ധിക്കുകയാണ് ഇതിനുള്ള പ്രധാന പ്രതിവിധി. സാധാരണ പലരും SMS അവഗണിക്കാറുണ്ട്. പണം പിൻവലിച്ചതായി സന്ദേശം ലഭിച്ചാൽ അത് നിങ്ങളല്ലെങ്കിൽ ഉടൻ ബാങ്കുമായി ബന്ധപ്പെടുക, തുടർന്ന് പോലീസിൽ പരാതി നൽകുക. ഇതാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ട മാർഗം. പക്ഷേ പണം പിൻവലിച്ചതായി SMS സന്ദേശം ലഭിക്കാത്ത തട്ടിപ്പുകളും നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. OTP ലിങ്കും നൽകാതെ അടുത്തിടെ ബംഗളൂരുവിൽ അധ്യാപികയ്ക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് നഷ്ടമായത്. അച്ഛൻ്റെ സുഹൃത്താണെന്ന് പരിചയപ്പെടുത്തി യുവതിയെ ഒരാൾ വിളിക്കുകയും അതിനുശേഷം പണം നഷ്ടമാവുകയുമായിരുന്നു. OTPയോ ലിങ്കുകളോ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. അക്കൗണ്ടിലേക്ക് കുറച്ച് പണം അയക്കാൻ അച്ഛൻ അറിയിച്ചിട്ടുണ്ടെന്നും അതിനായി UPI ID നൽകാനും നിർദ്ദേശിച്ചു. UPI ID നൽകിയതിനു ശേഷം പണം അയച്ചിട്ടുണ്ടെന്ന സന്ദേശം ഫോൺ പേയിൽ വന്നു. അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ടതായി അധ്യാപിക അറിഞ്ഞത്. മറ്റൊന്ന്, നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SMS അടക്കമുള്ളവയ്ക്ക് അനുവാദം നൽകുന്നത് അഥവാ പെർമിഷൻ നൽകുന്നത് തട്ടിപ്പുകാർക്ക് അവസരമൊരുക്കുന്നതായി സൈബർ വിദഗ്ധർ പറയുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ SMS വായിക്കാനും ഡിലീറ്റ് ചെയ്യാനും ആപ്പിൻ്റെ ആൾക്കാർക്ക് കഴിയും. OTP മെസ്സേജ് വന്നാൽ വായിച്ച ശേഷം അത് ഡിലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. നിങ്ങളുടെ മൊബൈലിൽ ആപ്പുകൾക്ക് SMS വായിക്കാൻ നൽകിയിരിക്കുന്ന അനുവാദം സെറ്റിംഗ്സിൽ പോയി മാറ്റുകയാണ് ഇതിനുള്ള പ്രതിവിധി. അപരിചിതർ വിളിച്ച് പണം ചോദിച്ചാൽ ഒരു അന്വേഷണം കൂടാതെ നൽകാതിരിക്കുക. ഫോണിൽ വരുന്ന SMSകൾ എപ്പോഴും ശ്രദ്ധിക്കുക. പുതുതായി ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളുടെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ അല്പമൊന്ന് ജാഗ്രത പുലർത്തിയാൽ ഓൺലൈൻ തട്ടിപ്പിൻ്റെ കുഴിയിൽ നമുക്ക് സ്വയം വീഴാതിരിക്കാനാണ്.